ഇത് നമ്മളെ മാങ്ങ സീരീസിലെ അടുത്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കേക്കും പുഡിങ്ങും ഒക്കെ ആയിട്ട് മാങ്ങനെ കുറേ പരീക്ഷിച്ചിട്ടുണ്ടല്ലേ, ഫ്ലോപ്പ് ആയതും വിജയിച്ചതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു പാൻ കേക്കാണ് കേട്ടോ, മാംഗോ പാൻ കേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ടയും 2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും അത് അടിച്ചതിന് ശേഷം എനിക്ക് 1 കപ്പ് മൈദയും കൂടെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആവേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കത് ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും, കട്ടിയായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതൊന്നും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് തരില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം കുറച്ച് മതി കേട്ടോ. എന്നിട്ട് കുറച്ച് നമ്മൾ നല്ലോണം വിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മാംഗോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ നല്ല നീളത്തിൽ കട്ട് ചെയ്ത് കൊണ്ട് വെക്കാം. നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടപ്പോഴൊക്കെ വിചാരിച്ചത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാട്ടോ ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പരീക്ഷണം പോലെയാണ് ഞാനും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. എങ്ങനെയായാലും മാങ്ങ പൊത്തിരി കിട്ടുന്ന ടൈമാണല്ലേ, കുറച്ച് ലാസ്റ്റ് കഴിക്കണമെങ്കിലും ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയും പഴുത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല, ഇന്ന് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഉണ്ടാക്കാനായാലും ഭയങ്കര സിമ്പിളാണല്ലേ. ആ ബാറ്റർ ഒന്ന് ചുട്ടെടുക്കേണ്ട ടൈമേ നമുക്കുള്ളൂ, ബാക്കിയെല്ലാം നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ബാറ്ററിൽ മിൽക്ക് ഒഴിക്കണ കാര്യം ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിൽക്ക് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്, അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൈദ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ആ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി. നല്ല തിന്നായിട്ട് വേണം കേട്ടോ നമ്മളതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടുക കേട്ടോ. പിന്നെ അതിലോട്ട് വാനില എസൻസും ഫുഡ് കളറൊക്കെ യൂസ് ആക്കണവരുണ്ട് കേട്ടോ. വാനില എസൻസ് നല്ലൊരു ഫ്ലേവർ നൽകും, പക്ഷേ ഫുഡ് കളർ ഞാൻ അത്ര റെക്കമെൻഡ് ആക്കണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക്